നമസ്കാരം. നമസ്കാരം. ഞാനേ നമ്മളെ കായ് അങ്ങോട്ട് പിൻവലിക്കാച്ചിട്ട് കൊണ്ടെന്നാണ്. ഇതാ എന്താ അതങ്ങോട്ട് പിൻവലിക്കാച്ചിട്ട് ഇതേ നമ്മൾ ഈ കിസാൻ വികാസ പത്രന്ന് കായ് ഇവിടെ അടച്ചിട്ടുണ്ടായി. അപ്പൊ അതൊന്ന് പിൻവലിക്കാച്ചിട്ടാണ്. അതിന്റെ പാസ്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? പാസ്ബുക്ക് അല്ലേ ഇത്, അതില്ലാണ്ട് ഞാൻ വരുമോ? അല്ല കാര്യമായിട്ടുണ്ട്. ഞാൻ ആരാ മുതല് ഇത് പിൻവലിക്കാറായില്ലല്ലോ. പിന്നെ പിൻവലിക്കാണ്ട് ചേട്ടാ ഇതിന് 3 വർഷം കൂടി കഴിയണോ ഇനി? എന്താ കുട്ടി ഈ പറഞ്ഞ 5 വർഷം 6 മാസം കഴിഞ്ഞപ്പോ പിന്നെ എന്തിനാ എന്റെ കൈ വെറുതെ കാലാവധി കഴിഞ്ഞ്? ചേട്ടാ കിസാൻ വികാസ് പത്ര സ്കീമിന്റെ കാലാവധി 8 വർഷവും 4 മാസവുമാണ്, അല്ലാതെ 5 വർഷം അല്ല. എന്തെന്നാ ഈ പറയണ? പുതിയതാ ഞാൻ പുതിയതാണോ പഴയതാണോ എന്നുള്ളതല്ല പ്രശ്നം. ചേട്ടന്റെ പൈസ പിൻവലിക്കാറായിട്ടില്ല. അനക്കുന്ന കാര്യങ്ങൾ അറിയില്ല. ഈ കാര്യങ്ങൾ അറിയാണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഈ ഇംഗ്ലീഷ് പറഞ്ഞാൽ അതും പറയും ഞാൻ. യുനോ അണ്ടർസ്റ്റാൻഡ്? എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ചേട്ടൻ എന്നെ ഇംഗ്ലീഷ് ഒന്നും പഠിപ്പിക്കേണ്ട. 100 മാസം, അതായത് 8 വർഷവും 4 മാസം, അതാണ് ഈ പദ്ധതിയുടെ കാലാവധി. ഞാൻ അതെ കുട്ടിയെ എനിക്ക് അറിയില്ല. അറിയണോടത്ത് ചോദിക്കുമോളെ. ചേട്ടന്റെ പൈസ പിൻവലിക്കാറായിട്ടില്ല. 3 വർഷം കഴിയണം. എന്ത് 3 വർഷം കഴിയണമെന്ന് പറഞ്ഞു? എന്റെ കായ് ഇവിടെ കൊണ്ടുവന്ന് അടച്ചിരിക്കൊന്നറിയാണ്ട് എന്റെ കായ് ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കാൻ. ചേട്ടന്റെ പൈസ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വീട്ടിലൊന്നും കൊണ്ടുപോകണില്ല. സമയമാകുമ്പോ പൈസ അങ്ങോട്ട് തരും. എന്നാ കായ് തന്നാൽ പൈസ തരാൻ പറഞ്ഞാൽ ഞാൻ എവിടെ എടുത്ത് തരും? പൈസ എന്താ ഈ പറഞ്ഞ? കാലാവധി കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ കായ് കിട്ടണ്ടേ? എന്റെ ദൈവമേ, കാലാവധി കഴിഞ്ഞിട്ടില്ല. തീരുമാനിക്കണ ചോദിക്കവിടെ വേറെ ആൾക്കാരുടെ അടുത്ത് ചോദിക്ക്. ആരോടും ചോദിക്കേണ്ട. ചേട്ടന് പൈസ കിട്ടില്ല. പാസ്ബുക്ക് കൊല്ലും ഞാൻ. പാസ്ബുക്ക് വലിച്ചറിയാം. വലിച്ചെറിഞ്ഞാൽ അങ്ങോട്ട് വെച്ചപ്പോ അനക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ഒന്നും അറിയില്ല. എനിക്കറിയാം. എന്താ അയ്യാറാ ഞാൻ ഇവിടുത്തെ പോസ്റ്റ് മാഷാ. അന്ന മാസ്റ്റർ നിങ്ങളൊരു കാര്യം അങ്ങനെ ഉണ്ടോ ഒരു കാര്യം? എന്താണ് പ്രശ്നം? ഞാനിവിടെ കിസാൻ വികാസ പത്രയിൽ കായ് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാലാവധി കഴിഞ്ഞ് അതാ ഇങ്ങനെയാണ് മാന്യന്മാരെ വിളിച്ചോണ്ട് എനിക്ക് കാണാൻ വേണ്ടിട്ടാ. എന്ത് കാണാൻ വേണ്ടി? ഞാൻ ഇവിടെ ഒന്ന് കായ് മേടിച്ച് കൊണ്ടുപോയി കണ്ടതിനെ നടക്കുകയും ചെയ്യും. ഇത്ര മാന്യനല്ലല്ലോ. അങ്ങ് അങ്ങോട്ട് ഇരിക്കൂ. എന്താ പേര്? എന്റെ പേര് പോയ. അങ്ങ് ഇപ്പൊ ഇവിടെ പുറത്ത് നടത്തിയിട്ടുള്ള ഒരു രോഷപ്രകടനം ഉണ്ടല്ലോ, അതൊരു ഓഫീസിന്റെ രീതിക്ക് ചേർന്നതല്ല. അല്ല ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല, അങ്ങയുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ.